എറണാകുളം മൂഴിക്കുളത്ത് പുഴയിലെറിഞ്ഞു കൊന്ന കുഞ്ഞിന്റെ അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ല എന്ന് പോലീസ്. മക്കളുടെ കാര്യം നോക്കാൻ പ്രാപ്തിക്കുറവുണ്ട്. കൂട്ടുകുടുംബം പോലെ കഴിഞ്ഞ സാഹചര്യം അച്ഛന്റെ സഹോദരൻ മുതലെടുത്തു. മകൾ ഇയാളിൽ നിന്ന് ലൈംഗിക പീഡനത്തിന് ഇരയായതായി അറിയില്ലായിരുന്നു എന്നാണ് അമ്മയുടെ മൊഴി. കുട്ടിയുടെ അച്ഛൻ തന്നെ ഒഴിവാക്കി മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങിയതും കുട്ടിയെ തന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചതും കൊലപാതകത്തിന് പ്രേരണയായി എന്ന് അമ്മ മൊഴി നൽകി. കുട്ടിയെ പീഡിപ്പിച്ച പ്രതിക്കായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ആണ് ചേരുന്നത്. ആജ്ഞ, അമ്മയുടെ മൊഴിയിൽ നിന്ന് അമ്മയ്ക്ക് പീഡന വിവരം അറിയില്ലായിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പോലീസ് ഇത് വിശ്വാസത്തിലെടുത്തിട്ടുണ്ടോ? അഭിലാഷ്, അമ്മയുമായുള്ള ചോദ്യം ചെയ്യൽ തുടരുന്നതേയുള്ളൂ. ഇത് തെളിവെടുപ്പിനായി അല്പസമയത്തിനകം ഈ മൂഴിക്കുളം പാലത്തിൽ നിന്നാണ് കുഞ്ഞിനെ പുഴയിലേക്ക് ഇട്ടത്. അവിടേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഇപ്പോൾ നമ്മൾ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലാണുള്ളത്. അല്പസമയത്തിനുള്ളിൽ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും അമ്മയെ തെളിവെടുപ്പിനായി കൊണ്ടുപോകും. അതേസമയം പീഡന വിവരം അമ്മ അറിഞ്ഞിരുന്നില്ല എന്നാണ് പോലീസിന് നൽകുന്ന മൊഴി. ഈ നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നേരത്തെ തന്നെ അമ്മയുടെ മൊഴിയിൽ ഒരുപാട് വൈരുദ്ധ്യമുള്ളത് കൊണ്ട് തന്നെ അത് മതിയായ തരത്തിലുള്ള അല്ലെങ്കിൽ ആവശ്യമുള്ള തരത്തിലുള്ള ഒരു അസസ്മെൻറ്റിലേക്ക് പോലീസ് ഇതുവരെയും പോയിട്ടില്ല. ഇനിയും ചോദ്യം ചെയ്യൽ തുടരും. 5 ദിവസമാണ് അമ്മയെ കസ്റ്റഡിയിൽ അനുവദിച്ചിട്ടുള്ളത്. ഇനിയും ചോദ്യം ചെയ്യൽ തുടരും. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്ന തത്രപ്പാടിൽ തന്നെയാണ് പോലീസ്. അതേസമയം അമ്മ പറയുന്നത് കുട്ടിയിൽ നിന്നും തന്നെ അകറ്റി നിർത്താൻ ശ്രമിച്ചു, തന്നെ വീട്ടിൽ പൂർണ്ണമായും ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലായി പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് തന്നെ വീട്ടിൽ ആ സ്ത്രീ വീട്ടിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു. ഈ കുട്ടികൾ രണ്ടുപേരും ഭർത്താവിൻ്റെ വീട്ടുകാരുടേതാണ്, നിങ്ങൾ വേറെ ഏതോ ആൾ എന്നുള്ള തരത്തിലായിരുന്നു അവരോട് ആ വീട്ടുകാരൊക്കെ പെരുമാറിയിരുന്നത് എന്നുള്ള തരത്തിലായിരുന്നു പോലീസിനോട് ആദ്യ ദിവസം അവർ നൽകിയിരുന്ന മൊഴി. അങ്ങനെ തന്നെയായിരുന്നു. അത് മാത്രമായിരുന്നു ആദ്യ ദിവസം അവർ സംസാരിച്ചതെന്നും പറയുന്നുണ്ട്. അതേസമയം അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങളില്ല. കൊല്ലപ്പെട്ട 4 വയസ്സുകാരിയുടെ കാര്യത്തിൽ, അതായത് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അവർ ചെയ്തിട്ടുള്ള കൊലപാതകം ന്യായീകരിക്കാൻ പോകുന്ന തരത്തിൽ മാനസിക പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അമ്മയ്ക്ക് കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാനുള്ള ആത്മവിശ്വാസക്കുറവുണ്ട് എന്നൊരു കാര്യമാണ്. അത് കൂട്ടുകുടുംബം പോലെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബമാണ്. അതിൽ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാനുള്ള കാര്യപ്രാപ്തിയില്ല എന്ന് പോലീസ് വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല, കൂട്ടുകുടുംബം പോലെ ജീവിച്ചിരുന്ന ഒരു കുടുംബത്തിലെ സാഹചര്യം ഈ കുഞ്ഞിനെ പീഡിപ്പിച്ച് പ്രതി മുതലെടുക്കുകയായിരുന്നു എന്ന നിരീക്ഷണത്തിലാണ് പോലീസ്. എന്തായാലും അയാൾക്കുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് തന്നെ സമർപ്പിക്കുക. അയാളെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യുന്ന നീക്കത്തിലാണ് പോലീസ്. അതുപോലെ തന്നെ അമ്മക്കുട്ടികളെ നേരത്തെ കൊലപാതകത്തിന് അമ്മ ശ്രമിച്ചിരുന്നു എന്ന് പറയുന്ന മൊഴിയും പോലീസ് കണക്കിലെടുത്തിട്ടില്ല. അഭിലാഷ്, ഒപ്പം ആജ്ഞ സൂചിപ്പിച്ചതനുസരിച്ച് ഇന്ന് കൂടുതൽ തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട വാർത്തകളിൽ ഇടം പിടിച്ചൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ തെളിവെടുപ്പിന് പോലീസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ട ഒരു പശ്ചാത്തലമുണ്ടോ? അങ്ങനെ അമ്മയുമായുള്ള തെളിവെടുപ്പിന് അത്ര വലിയ സുരക്ഷാ ഭീഷണിയൊന്നും നേരിട്ടിട്ടില്ല അഭിലാഷ്. കാരണം അമ്മ ആദ്യ ദിവസം തന്നെ അമ്മ വളരെ ശാന്തമായിരുന്നു അമ്മയുടെ പെരുമാറ്റമൊക്കെ. രണ്ടാമത്തത് പോലീസുമായി സഹകരിച്ച് പോകുന്നുണ്ട്, അത് ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നുണ്ട് എന്ന് തന്നെയായിരുന്നു SP ആ ദിവസവും പറഞ്ഞിരുന്നത്. അതേസമയം അഭിലാഷ് സൂചിപ്പിച്ച ഒരു സാഹചര്യം പക്ഷേ അഭിമുഖീകരിക്കാൻ പോകുന്നത് ഈ പീഡന കേസിലെ പ്രതിയുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പിൽ അതൊരു പക്ഷേ ഈ പറയുന്ന വലിയ സുരക്ഷാ സന്നാഹങ്ങളോട് കൂടിയ പോലീസിന് പോകാൻ കഴിയുകയുള്ളൂ എന്നൊരവസ്ഥ കൂടിയുണ്ട്. അത് ചിലപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചേക്കാം. കാരണം ആളുകൾ, നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള കമൻറ്റുകൾ എന്താണ്, അതിൻ്റെ റിയാക്ഷൻസ് എന്താണ്, അത്തരത്തിലുള്ള വലിയ പ്രതിഷേധമൊക്കെ നാട്ടുകാർക്കിടയിലുമുണ്ട്. കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ നമ്മൾ അത്തരത്തിലുള്ള പ്രതിഷേധത്തിനുള്ള തയ്യാറെടുപ്പ് കണ്ടതാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ പോലീസ് വളരെ വൈകിയാണ് നല്ല പ്രതിയെ കോടതിയിൽ എത്തിച്ചത്. അങ്ങനെ ഒരു സാഹചര്യം ആ കാര്യത്തിലുണ്ടാകും. പക്ഷേ അമ്മയുമായുള്ള തെളിവെടുപ്പിൽ ആ ഒരു വലിയ ഒരു സുരക്ഷാ ഭീഷണി നേരിടുന്നതായി തോന്നുന്നില്ല, അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്ന് തോന്നുന്നില്ല. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഇപ്പോൾ തയ്യാറെടുത്ത് കഴിഞ്ഞു. അതായത് അമ്മയെ കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങളിലൊക്കെ തയ്യാറായി കഴിഞ്ഞു. വാഹനമൊക്കെ നേരെ സ്റ്റേഷന് മുന്നിലേക്ക് എടുത്തിട്ടുണ്ട്. ഈ മുന്നിൽ കാണുന്ന വാഹനത്തിലാണ് അമ്മയെ കൊണ്ടുപോകുന്നത്. അതിനുള്ള തെളിവെടുപ്പിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ അമ്മയുമായി വാഹനം തെളിവെടുപ്പിന് പോകും. മൂഴിക്കുളം പാലത്തിലേക്കായിരിക്കും പോകുക. മൂഴിക്കുളം പാലത്തിൽ നിന്നാണ് കുഞ്ഞിനെ അമ്മ പുഴയിലേക്ക്
പുഴയിലേക്ക് എറിഞ്ഞു കൊന്നത്. അതേസമയം കുഞ്ഞിനെ കൊല്ലാനുണ്ടായ സാഹചര്യമായി അമ്മ പറയുന്നത് വീട്ടിൽ തന്നെ ഒറ്റപ്പെടുത്തിയതും ഭർത്തൃ വീട്ടുകാർക്ക് കുട്ടിയോട് വലിയ അടുപ്പമായിരുന്നു. തന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ കുട്ടിയിൽ നിന്നും അകറ്റാനുള്ള ശ്രമങ്ങളൊക്കെ ഭർത്തൃ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇത്തരത്തിലൊരു കൊലപാതക ശ്രമത്തിലേക്ക് അല്ല കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു റീസൺ എന്നാണ് പറയുന്നത്. പക്ഷേ പീഡന വിവരം അമ്മ അറിഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ള അമ്മയുടെ മറുപടി പൂർണ്ണമായിട്ടും അങ്ങോട്ട് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അഭിലാഷ്, ഒപ്പം ഈ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചിട്ടുണ്ടല്ലോ, പ്രത്യേകിച്ച് കൂടുതൽ വനിതാ ഉദ്യോഗസ്ഥരെ അടക്കം ഉൾപ്പെടുത്തി ആജ്ഞ. തീർച്ചയായിട്ടും 22 അംഗ അന്വേഷണ സംഘമാണ് നിലവിലുള്ളത്. 2 DYSPമാർ ആണ് നേതൃത്വം നൽകുന്നത്. അതായത് ആലുവ റൂറൽ എസ്പിയുടെ മേൽനോട്ടത്തിൽ ഈ 2 അതായത് പുത്തൻകുരിശ് DYSPയും അതുപോലെ തന്നെ ആലുവ DYSPയും ഈ സംഘത്തിന് നേതൃത്വം നൽകും. അതുപോലെ വനിതാ പോലീസുകാരെ കൂടുതൽ ഇൻവോൾവ് ചെയ്യിച്ചിട്ടാണ്. അതുപോലെ സൈബർ വിദഗ്ധന്മാരെയും കൂടുതൽ ഇൻവോൾവ് ചെയ്യിച്ചിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഈ പീഡന കേസുമായി ബന്ധപ്പെട്ട് പ്രതിയുടെ വീട്ടിലും കുട്ടിയുടെ വീട്ടിലും അത് അടുത്തടുത്ത വീടുകളാണ്. ഒരൊറ്റ പോർച്ചാണ് ഈ 2 വീടുകൾക്ക്, കാർ പോർച്ചാണ് 2 വീടുകൾക്കുള്ളത്. അത്രയും അടുത്ത് താമസിക്കുന്ന വീടുകളാണ്. അവിടെ ഈ ഫോറൻസിക് സംഘം കുട്ടിയുടെയും അതുപോലെ ഇയാളുടെയും ഈ പ്രതിയുടെയും വീട്ടിലെത്തി ഫോറൻസിക് സംഘം പരിശോധന നടത്തിയിട്ടുണ്ട്, തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിട്ടത്. പ്രതി കുഞ്ഞിനെ കഴിഞ്ഞ 1.5 വർഷമായി നിരന്തര പീഡനത്തിന് ഇരയാക്കിയിരുന്നു, ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയിരുന്നു. അതിൻ്റെ ആന്തരിക അവയവങ്ങളിൽ വരെ പരുക്കുണ്ട്, രക്തസ്രാവം ഉണ്ടായ സാഹചര്യമുണ്ട് എന്ന് തന്നെയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നത്. അതിൻ്റെ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ മുറിവുണ്ടായിരുന്നു, അത് ഇൻറ്റേർണൽ ഓർഗൻസിന് മുറിവുണ്ടായിരുന്നു. അതിൻ്റെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനായിരുന്നു ആ കുട്ടിയെ ഇരയാക്കിയിരുന്നത്. ഇത് ഈ പറയുന്ന കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തിൽ ജീവിച്ചു വന്നിരുന്ന ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ആ കുടുംബത്തിലെ മുഴുവൻ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലേക്കാണ് പ്രകൃതി പോയത്. ആ സ്വാതന്ത്ര്യം അതായത് കുഞ്ഞ് പലപ്പോഴും ഈ വീട്ടിൽ തന്നെ ആയിരുന്നു, അച്ഛൻ്റെ വീട്ടിൽ, അച്ഛൻ ഈ സ്വന്തം വീട്ടിൽ അങ്ങനെ മാറിയായിരുന്നു താമസിച്ചിരുന്നത്. പലപ്പോഴും അങ്ങനെ ഇങ്ങനെയും വീടുകളൊന്നും നോക്കാതെ ഉറങ്ങുന്ന ഒരു സാഹചര്യം. ഇയാളോടൊപ്പം തന്നെ പല ദിവസവും കുഞ്ഞ് ഉറങ്ങിയിരുന്നു. ചെറിയ കുട്ടിയാണ്, അത് ഒരു പക്ഷേ ചെറിയച്ഛൻ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പ്രാപ്തി പോലും ബുദ്ധി പോലും അതിനായിട്ടുണ്ടാവില്ല. പക്ഷേ ഈ പറയുന്നത് പോലെ അയാൾ അതിക്രൂരമായി, അതായത് 1.5 വർഷം മുൻപ് എന്ന് പറയുമ്പോൾ കുഞ്ഞിന് 2 വയസ്സ് പ്രായമേ ഉള്ളൂ. ആ പ്രായം മുതൽ പ്രതിയെ ഈ കുഞ്ഞിനെ നിരന്തരം പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരുന്നത്. അത് ഈ പ്രതി തന്നെ സമ്മതിച്ച ഒരു കാര്യമാണ്. ഈ ഒരു സാഹചര്യം അതായത് കുടുംബത്തിലെ ഇങ്ങനെ എപ്പോഴും ഏത് വീട്ടിലും കയറി ചെല്ലാവുന്ന, ഏത് മുറിയിലേക്കും കയറി ചെല്ലാവുന്ന സ്വാതന്ത്ര്യത്തെ ദുരുപയോഗപ്പെടുത്തുകയായിരുന്നു പ്രതി എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരുന്നത്. അതേസമയം അമ്മ നേരത്തെ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെന്ന് ഈ ഭർത്തൃ വീട്ടുകാരുടെ മൊഴിയുണ്ട്. അതായത് അമ്മ ടോർച്ചിന് തലക്കടിച്ചു, കുഞ്ഞിനെ നെഞ്ചിൽ അടിച്ചു, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊല്ലാനുള്ള ശ്രമങ്ങളുണ്ടായി, ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കൊല്ലാനുള്ള ശ്രമങ്ങളുണ്ടായി എന്ന് പറയുന്ന കാര്യത്തിൽ പോലീസ് ആ മൊഴികളൊക്കെ പോലീസ് തള്ളിയിട്ടുണ്ട് എന്നുള്ള കാര്യവും. അതായത് അമ്മ നേരത്തെ 3.5 വയസ്സുകാരിയെ പുഴയിൽ എറിഞ്ഞു കൊന്ന സംഭവത്തിൽ ഇനിയും കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തായിരുന്നു ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതിലൊപ്പം പിതൃ സഹോദരനെ കസ്റ്റഡിയിൽ വാങ്ങുവാനുള്ള നീക്കവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്.